പെരിന്തൽമണ്ണ ഹൈസ്കൂൾ ഗ്രൗണ്ടും ഫുട്ബോൾ ടൂർണമെൻറ്റും എത്ര കാലം ഉണ്ടാവും അത്രയും കാലം ചട്ടിപ്പാറ കോമാലിയൊക്കെ എൻ്റെ പേരും ഓർമ്മയും നമ്മുടെ നാട്ടിലെ മനസ്സുകളിൽ തുടിച്ചു നിൽക്കുമെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. നീണ്ട 27 വർഷക്കാലം പെരിന്തൽമണ്ണ കാദ്രാൻ മുഹമ്മദ് അലി ക്ലബിന്റെ പ്രസിഡന്റായിരുന്ന ചട്ടിപ്പാറ മുഹമ്മദ് അലിയുടെ വിയോഗത്തിൽ ക്ലബിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ക്ലബിന്റെ പുതിയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് മുൻ MLA വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. 1961 പെരിന്തൽമണ്ണ കാദ്രലി ക്ലബിന് രൂപം നൽകിയതു മുതൽ ക്ലബിന്റെ സ്ഥാപകരിൽ പ്രധാനിയായി നീണ്ട 27 വർഷക്കാലം പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ചട്ടിപ്പാറ മുഹമ്മദ് അലിയുടെ വിയോഗത്തിലാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. കാദ്രലി ക്ലബിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചും കോൺഗ്രസ് രാഷ്ട്രീയ സേവന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച സി മുഹമ്മദ് അലിയുടെ അനുസ്മരണ ചടങ്ങ് മുൻ MLA വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ ഹൈസ്കൂൾ ഗ്രൗണ്ടും ഫുട്ബോൾ ടൂർണമെന്റും ഉള്ളിടത്തോളം കാലം പെരിന്തൽമണ്ണക്കാരുടെ ഉള്ളിൽ ചട്ടിപ്പാറ മുഹമ്മദ് അലിയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുമെന്ന് വി ശശികുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിർത്താൻ ആവശ്യമായതെല്ലാം ചെയ്യണമെന്ന് അദ്ദേഹം ക്ലബ് ഭാരവാഹികളോട് ആവശ്യപ്പെട്ടു. പെരിന്തൽമണ്ണ ഹൈസ്കൂൾ ഗ്രൗണ്ടും ഫുട്ബോൾ ടൂർണമെന്റും എത്ര കാലം ഉണ്ടാവും അത്രയും കാലം ചട്ടിപ്പാറ കോമാലിയൊക്കെ എൻ്റെ പേരും ഓർമ്മയും നമ്മുടെ നാട്ടിലെ മനസ്സുകളിൽ തുടിച്ചു നിൽക്കുമെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. ഞാൻ എല്ലാ കൊല്ലവും മിക്കവാറും ഒരു ദിവസം 2 ദിവസമൊക്കെ നമ്മുടെ ഫുട്ബോൾ ടൂർണമെൻറ്റിന് വരാറുണ്ട്. അപ്പോൾ എന്ന് വന്നാലും ആ സൈഡിലെ ആ ഭാഗത്ത് കയറ്റിയിരുത്തി അധികം വർത്തമാനം പറയില്ലല്ലോ, പക്ഷെ നിറഞ്ഞ ചിരിയും ഒരു ചായയും ഏതാനും വർത്തമാനങ്ങളും ഒരു ഫോട്ടോയുമായി അദ്ദേഹത്തെ എത്രയോ കാലമായി തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ജ്യേഷ്ഠ സഹോദരനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തോട് ഇന്ന് വൈകുന്നേരം ഇങ്ങനെ ഒരു നീതി പുലർത്താൻ നിങ്ങൾ ശ്രമിച്ചത് വളരെ നന്നായി. വേറെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും? അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കളിക്കളത്തിലും സ്പോർട്സ് രംഗത്തും പ്രത്യേകിച്ചും പൊതുരംഗത്തും നിലനിർത്താൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് നമ്മുടെ ക്ലബ്ബൊക്കെ ആലോചിക്കണം. അതിന് എന്നെപ്പോലുള്ള ആളുകളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാവുമെന്ന് ഞാനിവിടെ അറിയിക്കുകയാണ്. കാദ്രലി ക്ലബിന്റെ പുതിയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ ക്ലബ് ട്രഷറർ മണ്ണിൽ ഹസൻ അധ്യക്ഷത വഹിച്ചു. അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് പഞ്ചായത്ത് അംഗം ദിലീപ്, നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് AK നാസർ, മുതിർന്ന കോൺഗ്രസ് നേതാവ് C സേതുമാധവൻ, കൗൺസിലർമാരായ പത്തത് ജാഫർ, സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ, രാജേന്ദ്രൻ, നാലകത്ത് ബഷീർ, സുരേന്ദ്രൻ മങ്കട, സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹി അൻവർ തൃശൂർ, മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി CP ഇക്ബാൽ, വിവിധ ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് CH നാസർ, താമരത്ത് സെയ്താലിക്കുട്ടി, വിശ്വനാഥൻ, യൂസഫ് രാമപുരം, CH മുസ്തഫ, MK കുഞ്ഞായമോ, മണ്ണെങ്ങൽ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. പരമ്പരാഗതമായി ഒരു കോൺഗ്രസ് കുടുംബമാണ്. എൻ്റെ സുഹൃത്തും ഒരു കോൺഗ്രസ് അനുഭാവി കൂടിയാണ്. പക്ഷേ രാഷ്ട്രീയം പറയുക, രാഷ്ട്രീയം സംസാരിക്കുന്നതിന് വേണ്ടി ഇരിക്കുന്ന സന്ദർഭങ്ങളെല്ലാം തന്നെ മുഹമ്മദ് അലിയൊക്കെ അത് ഉപയോഗപ്പെടുത്താറുണ്ട്. ഞാൻ ഏറെ ശ്രദ്ധിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, കുറേ കോൺഗ്രസ് അനുഭാവികളുമായും സൗഹൃദമുള്ള ആളുകൾ തന്നെയാണ് ഞാൻ. ഖാദി ഉൽപ്പന്നങ്ങളോട് ഇത്രയധികം താല്പര്യം ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിന് മറ്റുള്ളവർ അത് ഉപയോഗിക്കാൻ പ്രചോദിപ്പിക്കും കൂടി ചെയ്യുന്നൊരു ആളാണ്. അത് ഈ പുതിയ കാല തലമുറയ്ക്കകത്ത് അങ്ങനെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. മുൻകാല തലമുറയിൽ ആ ഒരു ഉൽപ്പന്നത്തോടുള്ള ഒരു ഇഷ്ടവും ആസക്തിയും എല്ലാം തന്നെ പുലർത്തി വന്നിട്ടുള്ള ഒരു കക്ഷിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ ജീവന്റെ തുടിപ്പ് എന്നുള്ളത് തന്നെ പറയാം. അദ്ദേഹം ഒരു രോഗിയാണ് എന്നുള്ള കാര്യം അറിയാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മെ വിട്ടു പിരിഞ്ഞു പോകുന്ന ഒരു രൂപത്തിൽ ആരും കണക്കാക്കിയിട്ടുമില്ല. അത്തരം ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞു പോയത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്തം അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണുകയും അതിനെ പ്രതിസന്ധി ഘട്ടത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു
ആത്മധൈര്യത്തോടു കൂടി അദ്ദേഹം നിലനിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പെരിന്തൽമണ്ണ ഒരു മുഖമാണ്. ക്ലബിന് ഇത്രയധികം കഴിഞ്ഞ ടൂർണമെൻറ്റിൻ്റെ മുമ്പ് വന്നപ്പോൾ ഇത്രയധികം നന്നായിട്ടുണ്ടാവും ഞാൻ കരുതിയില്ല. ഇത്ര മാറ്റം വരുത്താൻ സാധിക്കും. 95 ആദ്യമായി പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ആയിട്ട് മത്സരിക്കാൻ വേണ്ടി അങ്ങനെ ലീഗും കോൺഗ്രസുകാരും നിലനിൽക്കുന്ന സമയത്ത് അന്നത്തെ 22ാം വാർഡിൽ പച്ചേരി നാസറും 21ാം വാർഡിൽ വന്ന ആദ്യത്തെ പേര് ചട്ടിപ്പാറ മുഹമ്മദായിരുന്നു. പക്ഷെ അയാൾ സന്തോഷപൂർവ്വം നിരസിച്ചിട്ട് അദ്ദേഹം ഒരു പേര് പറയുകയാണ്, അത് ചീഫ് മത്സരിച്ചോട്ടെ, ഞാനന്ന് 1ാം വാർഡിൽ മത്സരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള പാർലമെന്ററി വ്യാമോഹം ഒന്നുമില്ലാത്ത ഒരു വലിയ പക്ഷി. അദ്ദേഹത്തെ വ്യക്തിപരമായി എനിക്ക് കൂടുതൽ പരിചയം. ഞാൻ 27 വർഷമായി കാതറലി എന്നുള്ള കാതറലി ഫുട്ബോൾ ടൂർണമെന്റ് എവിടെ ഉണ്ടായാലും അവിടെ പങ്കെടുക്കുന്ന ഒരാൾ എന്നുള്ള കളിക്കാരുടെ കളിയിൽ താല്പര്യമുള്ള ഒരാൾ എന്നുള്ള അതായത് മുഹമ്മദിയാക്കാനെ അന്ന് മുതൽ ആ ഗ്രൗണ്ടിലും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലൊക്കെ നമ്മൾ വ്യാപകമായി കാണുകയാണ്. അതുപോലെ ചെറിയ ചെറിയ കച്ചവടം പഴയ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവർ കച്ചവടക്കാരൻ കൂടിയാണ്. അങ്ങനെ അദ്ദേഹം ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ആദരം പിടിച്ചു പറ്റിയിട്ടുള്ള ആളാണ്. പാർട്ടി ഞാൻ പ്രതിദാനം ചെയ്യുന്ന എൻ്റെ പാർട്ടിക്ക് അദ്ദേഹത്തിന് ഒന്നും ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒന്നും ആഗ്രഹിക്കാതെ, ഒന്നും വേണമെന്ന് പറയാതെ, എന്നാൽ ചെയ്തു കൊടുത്താൽ പോലും വേണ്ട എന്ന് പറഞ്ഞ് നിരസിക്കുന്ന ഒരു സാധാ കോൺഗ്രസ്സുകാരനായി ജീവിച്ച ഒരാളാണ് മോഹൻലാൽ. അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധം എന്ത് കാര്യത്തിൽ ചെല്ലുമ്പോഴും വളരെ സമഗ്രതയോടെ കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തി. അത്രയും എളിമയും അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി. ആ ഒരു ക്വാളിറ്റി തന്നെയാണ് ഈ സംഘടന, ഈ കാതറലി ക്ലബിന്റെ പ്രസിഡന്റായിട്ട് 27 വർഷത്തോളം അദ്ദേഹം നിൽക്കാനുള്ള കാരണം. അതൊക്കെ പറയാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് കേട്ടല്ലെങ്കിൽ വല്ലാത്തൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അത്ര അടുപ്പണയാണ്. എന്താന്ന് വെച്ചാൽ ഇതില് കുറച്ചു പേർക്ക് എന്നെ നന്നായി അറിയാം, അതേപോലെ എനിക്ക് അവിടെ അറിയാം. നമ്മൾ ഈ ഫുട്ബോൾ നടക്കുന്ന എല്ലാ വർഷവും ഇൻകാന ടീമിനെ പങ്കെടുപ്പിക്കാറുണ്ട്. ഫാറൂഖ് അറിയിച്ചു ഐസിയുലാണ് പോയി കാണണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ചെന്ന് മൊബൈലിനെ കാണുന്ന സമയത്ത് സാധാരണത്തെക്കാൾ ഉപരി സംസാരിക്കാൻ വേണ്ടി തുനിയാണ്. ബാസ്കറ്റ്ബോൾ മാറുമ്പോൾ മതി, ഞങ്ങൾക്ക് പുറത്ത് നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് പുറത്തേക്ക് പോകുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ പിന്നീട് സംസാരിക്കാനുള്ള ഒരു അവസരമില്ല. അദ്ദേഹത്തിൻ്റെ നഷ്ടം ക്ലബിനെയും പ്രത്യേകമായി അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധിക്ക് നമ്മൾ അയാളെ ഏതൊരു കാര്യത്തിൽ നമ്മൾ അയാളെ കൂടി പങ്കെടുക്കുകയാണെങ്കിലും പ്രായം അദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ലാത്ത രീതിയിലായിരുന്നു കൈകാര്യം ചെയ്യും. ഒരു യുവാവിൻ്റെ ആ ഒരു പ്രതികരണം നമ്മളെ കൂടെ ഓടിച്ചാടി നടന്നു. ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് മൂപ്പരോടെ എത്തിയിരിക്കും. മൂപ്പരകളെ എത്തിയാലൊക്കെ ഒന്ന് എത്തി നോക്കി അതെന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചു എന്നിട്ടൊക്കെ ഞങ്ങളത് എത്തുള്ളൂ. അത് എത്തിക്കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ. അങ്ങനെ ഏതൊരു കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സമീപനം നമ്മുടെ ഇടയിൽ, പ്രത്യേകിച്ച് കാതറലി ക്ലബിൻ്റെ ഈ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കും. എല്ലാ പ്രതിസന്ധികൾക്കിടയിലും കാതറലി ക്ലബിന്റെ വളർച്ചയ്ക്കായി അഹോരാത്രം പ്രയത്നിച്ച വ്യക്തിയായിരുന്നു സി മുഹമ്മദ് അലി. ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന എല്ലാ ടൂർണമെന്റുകളിലും ആദ്യ അവസാനം വരെ മുഹമ്മദ് അലിയുടെ സാന്നിധ്യം ഗ്രൗണ്ടുകളിൽ കാണാമായിരുന്നു. ക്ലബിന്റെ വിജയത്തിനായി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ നിര്യാണം കാതറലി ക്ലബിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ വലിയൊരു വിടവ് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വേറൊരു ക്ലബിനും അവകാശപ്പെടാനില്ലാതെ നീണ്ട 27 വർഷം ഒരാൾ തന്നെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുക എന്നത് കാതറലി ക്ലബിനെ വേറിട്ടതാക്കുകയാണെന്ന് ക്ലബ് ജനറൽ സെക്രട്ടറി പച്ചേരി ഫാറൂഖ് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് ഞാൻ 25 വർഷമായി ഈ ക്ലബിൻ്റെ സെക്രട്ടറി ആയിട്ട്. എൻ്റെ കൂടെ അത് ഏത് കമ്മിറ്റി ഏത് തീരുമാനം എടുത്താലും പിന്നെ ഏതൊരു കമ്മിറ്റി ആണെങ്കിലും അതിലൊക്കെ പ്രതിസന്ധി പ്രയാസങ്ങളുണ്ടാവും. അതൊക്കെ നടപ്പിൽ വരുത്താൻ, അപ്പോൾ ഈ ക്ലബിൻ്റെ തീരുമാനം നടപ്പിൽ വരുത്താൻ എനിക്ക് എന്നും ആത്മധൈര്യം തന്ന എൻ്റെ ഈ ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ഈ മുന്നോട്ടുള്ള ഈ വലിയ വളർച്ചയ്ക്ക് വലിയ പങ്ക് വഹിച്ച ഒരാളാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു
ഈ പറയുന്ന എൻ്റെ ഒരു വലം കൈ നഷ്ടപ്പെട്ട പോലെയാണ്. ഈ ക്ലബ്ബ് ഒരുപാട് പ്രതിസന്ധി അതിജീവിച്ച സമയത്തും എനിക്ക് ആശ്വാസമായി നിന്നതും എനിക്ക് ധൈര്യം തന്നതും പ്രസിഡന്റ് എന്ന നിലയിൽ മയമാലിയാക്കയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാണുന്ന കെട്ടിടം, ഇത് ഒരു പാടത്താണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. ഒരു അനുമതിയും ഇല്ലാതെയാണ് ഞങ്ങൾ 2 നില കെട്ടിടം ഇവിടെ ഉണ്ടാക്കിയത്. ഒരനുമതി ഇല്ലാതെ. അതിനൊക്കെ ഈ അനുമതി ഇല്ലാതെ കെട്ടിടം നിർമ്മിക്കാൻ ഞാൻ ധൈര്യമായിട്ട് മുന്നോട്ടിറങ്ങിയപ്പോൾ അതിന് എനിക്ക് ആത്മവിശ്വാസം, ധൈര്യം തന്നത് മയമാലിയാക്കയാണ്. അത് പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പിന്തുണ തന്നു എന്നുള്ളത് പിൽക്കാലത്ത് ക്ലബിൻ്റെ മറ്റ് എല്ലാ ഭാരവാഹികൾക്കും മെമ്പർമാർക്കും അത് ബോധ്യപ്പെട്ടു. അന്ന് അത് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഒരു കാലത്തും ഈ ക്ലബിന് ഇങ്ങനെ ഒരു കെട്ടിടം ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യം പോയിരുന്നു. ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പരാതികൾ, ഈ കെട്ടിടത്തിന് തന്നെ ഒരുപാട് പരാതികൾ പോയിരുന്നു ആ കാലഘട്ടത്തിൽ. അതിനൊക്കെ അതിജീവിക്കാൻ എൻ്റെ കൂടെ എൻ്റെ പ്രവർത്തനത്തിന് ആത്മവിശ്വാസം നൽകി എനിക്ക് പൂർണ്ണ പിന്തുണ തന്നത് മയമാലിയാക്കയാണ്. ക്ലബ്ബ് ടൂർണമെൻറ്റ് നടത്തുമ്പോൾ ഒരുപാട് പ്രതിസന്ധി വരലുണ്ട്. ആ പ്രതിസന്ധിയിൽ ഞാൻ നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ ടൂർണമെൻറ്റ് നടക്കുമ്പോൾ ആദ്യം ഗ്രൗണ്ടിൽ വരുന്ന ഒരാളാണ് പ്രസിഡന്റ്. ഞാൻ പിന്നെ ഏകദേശമൊക്കെ ഒരു 7 മണി സമയത്ത് ഞാൻ ഗ്രൗണ്ടിലേക്ക് വരാം. അദ്ദേഹം നേരത്തെ തന്നെ ഗ്രൗണ്ടിൽ വരും. നേരത്തെ വന്ന് എല്ലാ കാര്യം കഴിഞ്ഞ് അവസാനം ഗേറ്റ് പൂട്ടിയിട്ടാണ് മൂപ്പര് വീട്ടിലേക്ക് പോകുന്നത്. അത്രക്കും ഒരു ആത്മാർത്ഥതയാണ്. ഈ ക്ലബിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി വലിയ പങ്ക് വഹിച്ച ഒരാളാണ്. ഈ ക്ലബ്ബിൽ ഇനി അപൂർവം ചില ആളുകൾ മാത്രമാണ് ആ സ്ഥാപകരിലായിട്ടുള്ളത്. ഏകദേശമുള്ള ആളുകൾ, രൂപം കൊടുത്ത ആളുകളൊക്കെ മരണപ്പെട്ടു പോയി. അടുത്ത് ഇതിൻ്റെ മുഖ്യ രക്ഷാധികാരി ചേറ്റുവായി അംസപ്പാക്ക, ഇതിൻ്റെ തൊട്ട് തന്നെയാണ് വീട്. ഇതിന് വലിയ പങ്ക് വഹിച്ച ഒരാളാണ് ചേറ്റുവായി അംസപ്പാക്ക. ഈ ഖാദറിൻ്റെ ഒരു അനിയൻ കൂടിയാണ്. അദ്ദേഹം അടുത്ത കാലത്താണ് മരണപ്പെട്ടത്. അങ്ങനെ ഇതിന് ആദ്യ കാലഘട്ടത്തിൽ നേതൃത്വം കൊടുത്ത ആളുകളൊക്കെ മരണപ്പെട്ടു പോയി. അതിൽ അവസാന കണ്ണിയിൽ പെടുന്ന ഒരാളാണ് ഇപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഇതിൻ്റെ നെടുന്തൂണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്കറിയാം, ഈ ആധുനിക കാലഘട്ടത്തിൽ ഏതൊരു കമ്മിറ്റി ആണെങ്കിലും, ഏത് കമ്മിറ്റി ആണെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള കടിപിടി കൂടുന്ന കാലഘട്ടമാണ്. പള്ളി കമ്മിറ്റികളുടെ അടി നടക്കുന്നു, അമ്പലം കമ്മിറ്റികളുടെ അടി നടക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ സമയത്താണ് ഈ കാതലിക് ക്ലബിനെ വ്യത്യസ്തമാക്കുന്നത്. 27 കൊല്ലം നീണ്ട 27 ഒരു ഇടവേള ഇല്ലാതെ തുടർച്ചയായിട്ട് 27 കൊല്ലം ഇതിൻ്റെ പ്രസിഡന്റ് ആകുക എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമാണത്. വേറെ ഒരു കമ്മിറ്റിക്കും ഒരു ക്ലബിനും കഴിയാത്ത ഒരു സ്ഥാനമാനം അലങ്കരിച്ച് അത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് കാഴ്ചവെച്ച ഒരു ആളാണ് ഈ ക്ലബിൻ്റെ പ്രസിഡന്റ് മയമാലിയാക്ക. ചടങ്ങിൽ ക്ലബ് ജനറൽ സെക്രട്ടറി പച്ചേരി ഫാറൂഖ്, എച്ച് മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.